മഗ്ദലേരി അതിരാവിലെ കൂട്ടരുമായങ്ങ് തേടി വന്നു. ഈ ദിനത്തിൽ ഏഴവിത രാവിലെ തിരുമുമ്പിൽ വണങ്ങിടുന്നേ. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, നിത്യ ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾ തേടിടുക, ഏഴകളാം ഞങ്ങൾ തേടിടുക. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഒരു ദിവസം ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകുടിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്ന് കാളകളെ പൂട്ടുകയും പെൺകഴുതുകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടു പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിൻ്റെ തീ ആകാശത്ത് നിന്ന് വീണ് കത്തി ആടുകളും വേലക്കാരും അതിന് ഇരയായി പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്ന് പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്ന് നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തലചെരിച്ചു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ദൈവത്തിൻ്റെ അടുക്കൽ സാത്താൻ ചെന്നിട്ട് ഇയ്യോബിനെതിരെ അപവാദം പറഞ്ഞു. ഇയ്യോബ് ഭക്തനായിരിക്കുന്നത് ദൈവം അവന് കൊടുക്കുന്ന പ്രതിഫലം ഉദ്ദേശിച്ച് മാത്രമാണ്. ഇയ്യോബിൻ്റെ സമൃദ്ധിയും ഇയ്യോബിനുള്ള നന്മകളും തിരിച്ചെടുത്താൽ ഇയ്യോബ് നിന്നെ തള്ളിപ്പറയും എന്നാണ് ആരോപിച്ചത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ അപവാദം പറയുന്ന സാത്താൻ എന്ന്. ഇവിടെ ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള രക്ഷ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് ദൈവം അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, അതുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് ദൈവത്തെ കിട്ടിയല്ലോ, അല്ലെങ്കിൽ അവർ ദൈവമക്കളായല്ലോ, സ്വർഗത്തിൻ്റെ അവകാശികളായല്ലോ, ദൈവം അവരെ അതുപോലെ കരുതിയല്ലോ, സ്നേഹിച്ചല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവർ ദൈവത്തെ സ്നേഹിക്കുന്നത്. ഇവിടെ ആ കാര്യം ലോകത്തെ ഒന്ന് അറിയിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. ദൈവം സാത്താനോട് പറഞ്ഞു, അവൻ നിൻ്റെ കയ്യിലിരിക്കുന്നു, നിനക്ക് അതൊക്കെ തിരിച്ചെടുക്കാം.
അപ്പോൾ സാത്താൻ ഇയ്യോബിനെ പരീക്ഷിക്കാൻ അടുക്കുകയാണ്. നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്, യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. പിശാചിന് നമ്മളെ യഥേഷ്ടം പിടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയില്ല. ദൈവം അനുവദിക്കണം. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ നടത്തിയെന്നാണ്. ദൈവം അനുവദിച്ചിട്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ്റെ ഒരു പരീക്ഷണവും നടക്കുകയില്ല. ദൈവം അനുവദിക്കുമ്പോൾ ദൈവം ഏറെ ശ്രദ്ധാലു ആയിരിക്കും. ഇവിടെ യോബിൻ്റെ മൂത്ത മകൻ്റെ വീട്ടിൽ മറ്റ് സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ദൂതൻ വന്ന് പറയുകയാണ്, ശെബായർ വന്നിട്ട് കാളകളെയും കഴുതകളെയും പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ കൊന്നു. ഉടൻ തന്നെ മറ്റൊരു ദൂതൻ വന്ന് പറയുകയാണ്, ആടുകൾ കുന്നിൻ പുറത്ത് മേഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ വലിയ കാട്ടുതീയുണ്ടായി, ആടുകളും വേലക്കാരും ചാകാനിടയായി. ഉടനെ വേറൊരുത്തൻ വന്ന് പറഞ്ഞു, ശെബായർ കൽദേർ 3 കൂട്ടമായി വന്നു, ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ കൊന്നു. അപ്പോൾ തന്നെ വേറൊരുത്തൻ വന്ന് പറഞ്ഞു, നിൻ്റെ പുത്രന്മാർ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്നു, ആ വീട് വീണു, മക്കൾ 10 പേരും മരിച്ചുപോയി. ഈ സമയത്ത് ഇയ്യോബ് ചെയ്തത്, ഞാൻ നഗ്നനായി ദൈവത്തിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ തിരികെ പോകും. മക്കൾ മരിച്ച വിവരമാണ് അവസാനം പറഞ്ഞത്. സാധാരണ ആരെങ്കിലും ആണെങ്കിൽ എൻ്റെ മക്കളെ എന്ന് പറഞ്ഞ് നിലവിളിക്കും, അല്ലെങ്കിൽ എൻ്റെ ആടുകളും ഒട്ടകങ്ങളും കഴുതകളും കാളകളും പോയല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കും, അല്ലെങ്കിൽ ശെബായരും കൽദേരും അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. പക്ഷേ ഇയ്യോബ് പറഞ്ഞത്, ഞാൻ അമ്മയുടെ ഗർഭത്തിൽ നഗ്നനായി ഭൂമിയിൽ വന്നു, നഗ്നനായി തിരികെ പോകും. പിന്നെ അദ്ദേഹം പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതെല്ലാം ദൈവമാണ് എനിക്ക് തന്നത്. അത് എടുക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. നമ്മളാണെങ്കിൽ പറയും, യഹോവ തന്നു, ശെബായർ കൊണ്ടുപോയി, യഹോവ തന്നു, കൽദേർ കൊണ്ടുപോയി, യഹോവ തന്നു, കാറ്റ് കൊണ്ടുപോയി, യഹോവ തന്നു, തീ കൊണ്ടുപോയി. അല്ല, യഹോവയാണ് തന്നതെങ്കിൽ അതെടുക്കാൻ യഹോവയ്ക്കേ സാധിക്കൂ. ഇതിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്ന് യോബ് തിരിച്ചറിഞ്ഞു. അത് നന്മയ്ക്കാണ്. ബൈബിളൊന്നും എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ റോമാലേഖനം 8:38 നമ്മൾ വായിക്കുന്നത് 28 ആണെന്ന് തോന്നുന്നു, 28 വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. മനസാക്ഷിയിലൂടെ ഇയ്യോബിനത് മനസ്സിലായി. ഇതൊക്കെ നന്മയ്ക്കാണ്,
ഇതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നന്മകളും അനുഗ്രഹങ്ങളും തരുന്നതിനാൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അത് തിരിച്ചെടുക്കുന്നതിനാലും ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കാരണം ദൈവം അറിഞ്ഞുകൊണ്ടാണ്, അനുവദിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യുന്നത്. പക്ഷേ ദൈവം എന്നോട് കൂടെ ഉണ്ടല്ലോ, ഈ കഷ്ടങ്ങളിലും ദൈവം എന്നോട് കൂടെ ഉണ്ടല്ലോ. ആ കർത്താവിൽ ഞാൻ സന്തോഷിക്കും. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് എല്ലാ കാലത്തുമുള്ള ആളുകൾക്ക് സഹിഷ്ണുതയുടെ മാതൃകയാണ്. ദൈവം ഇയ്യോബിനെ അങ്ങനെയാണ് ഉപയോഗിച്ചത്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.